നമസ്കാരം. പൊലിറ്റിക്കൽ ന്യൂസിലേക്ക് സ്വാഗതം. EVM ഉള്ളത് കൊണ്ട് മാത്രമാണ് BJP ഇപ്പോഴും അധികാരം കൈവള്ളയിൽ വെച്ച് നടക്കുന്നത് എന്ന് ജനാധിപത്യ രാജ്യത്തെ ഏതൊരു പൗരനും വ്യക്തമായി അറിയാം. പക്ഷേ അതിനെതിരെ പ്രതികരിച്ചാൽ കള്ളക്കേസുകളിൽ കുടുക്കി അകത്തിടുമെന്ന ബോധ്യം നല്ലതുപോലെ ഉള്ളത് കൊണ്ടാണ് ഒന്നും മിണ്ടാതിരിക്കുന്നതും. കാരണം രാജ്യത്തെ ഭരണ സംവിധാനം പോലും BJPക്ക് വിടുപണിയെടുക്കുകയാണ്. അതിനാൽ അവർക്ക് അനുകൂലമായ വിധിയല്ലാതെ ഒരു നടപടിയും അധികാരികൾ എടുക്കുകയുമില്ല. അതിന്റെ ഒരു ധൈര്യമുള്ളത് കൊണ്ട് മാത്രമാണ് രാജ്യത്തെ ഇത്തരത്തിലൊരു വ്യാപക അട്ടിമറികൾ BJP നടത്തി വരുന്നതും. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ പോലും പല സംസ്ഥാനങ്ങളിലും അട്ടിമറി നടത്തിയത് കൊണ്ട് മാത്രമാണ് NDA സർക്കാർ വീണ്ടും അധികാരത്തിൽ കയറിയത്. അതും സഖ്യകക്ഷികളുടെ കാലു പിടിച്ചാണ് BJP അധികാരത്തിൽ കയറിയത് എന്നത് എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുതയാണ്. ഒരുപക്ഷെ സഖ്യകക്ഷികൾ കനിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യയുടെ തലപ്പത്തിരിക്കുന്നത് ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ഭരണഘടനയെയും സംരക്ഷിക്കുന്ന ഇന്ത്യ മുന്നണിയിലെ ഒരു നേതാവ് തന്നെയായിരുന്നു. കേവല ഭൂരിപക്ഷവും മറികടന്ന് 400 സീറ്റിന് മുകളിൽ BJP വിജയം കൈവരിച്ച് ഏകാധിപതിയായി ഭരിക്കാമെന്ന മോദിയുടെ ദിവാസ്വപ്നമാണ് തകർന്ന് തരിപ്പണമായത്. 400 പോയിട്ട് കേവല ഭൂരിപക്ഷമായ 272 എന്ന മാന്ത്രിക സഖ്യയുടെ അടുത്തെത്താൻ പോലും BJPക്ക് സാധിച്ചിട്ടില്ല എന്നത് കനത്ത പരാജയത്തിലേക്കാണ് 2024 അവർ കാലെടുത്തു വെച്ചിരിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചടികൾ മാത്രമായിരുന്നു BJPക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴും BJP സർക്കാർ തിരഞ്ഞെടുപ്പുകളിൽ കാണിച്ച വ്യാപക അട്ടിമറിയുടെ കണക്ക് തെളിവ് സഹിതം കോൺഗ്രസ് പുറത്തുവിടുകയാണ് ഉണ്ടായത്. അതൊക്കെ മോദിക്ക് കൂടെ പിടിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ പോലും ചോദ്യം ചെയ്യപ്പെടുന്നവയായിരുന്നു. കോൺഗ്രസിന്റെ ആരോപണങ്ങളെ പാടെ തള്ളുന്ന നിലപാടായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈക്കൊണ്ടത്. പക്ഷെ അപ്പോഴും BJPയെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും വിടാതെ പിന്തുടരുകയായിരുന്നു പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും നടന്ന വ്യാപക അട്ടിമറിയുടെ കണക്കുകൾ തെളിവ് സഹിതം പുറത്തുവിടുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പോലും തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ ഇതാ മറ്റൊരു ഗുരുതര ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ സംശയാസ്പദമാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. ബലഗാവിയിൽ നടന്ന വിശാല പ്രവർത്തക സമിതിയിലാണ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടലിനെ കുറിച്ച് സംശയം പ്രകടിപ്പിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 112 നിയമസഭാ സീറ്റുകളിൽ 72 ലക്ഷം പുതിയ വോട്ടർമാരെയാണ് ചേർത്തത്. ഇതിൽ 108 സീറ്റുകളിലും BJP ആണ് വിജയിച്ചത്. എവിടെയോ എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ടെന്ന് രാഹുൽ സംശയം പ്രകടിപ്പിക്കുകയാണ്. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പൊരുത്തക്കേടെന്ന് ആരോപിച്ച് കോൺഗ്രസ് നവംബറിൽ കോടതിയെ സമീപിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്താകെ പോൾ ചെയ്തത് 64,08,8195 വോട്ടുകളാണ്. എന്നാൽ എണ്ണിയ ആകെ വോട്ടുകൾ 64,05,92,508 ആണ്. മൊത്തം വോട്ടിനേക്കാൾ 5,04,313 വോട്ടുകൾ അധികമാണിത്. ഫലത്തിൽ ക്രമക്കേട് ആരോപിച്ചാണ് കോൺഗ്രസ് കോടതിയെ സമീപിച്ചത്. എന്തായാലും എത്രയൊക്കെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും അതൊന്നും കണ്ടില്ല എന്ന് നടിച്ച് ഈ ഒരു അട്ടിമറിയുടെ ചുരുൾ അഴിയിക്കുമെന്ന വാശിയോടെ മുന്നോട്ടു പോവുകയാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. രാഹുലിന്റെ നിലപാടിന് മുന്നിൽ ഇലക്ഷൻ കമ്മീഷനും BJPക്കും മുട്ടുമടക്കേണ്ട തന്നെ വരും. കാരണം അവർ ഇന്നുവരെ കണ്ട് രാഹുലല്ല ഇപ്പോൾ ഉള്ളത്. കൂടുതൽ കരുത്തും വീറും വാശിയുമുള്ള ഒരു നേതാവാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി എന്നത് ഓർക്കണം. മാത്രമല്ല രാഹുലിന് കരുത്തു പകരാൻ പ്രിയങ്കയും മറ്റു നേതാക്കന്മാരും ഒപ്പം തന്നെ ഉണ്ട് താനും. എന്തൊക്കെ സംഭവിച്ചാലും BJPയുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും EVMനെ മറയാക്കിക്കൊണ്ടുള്ള അട്ടിമറി രാജ്യത്തിന് നടപ്പാക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടിയിലേക്കാണ് കോൺഗ്രസും ഇന്ത്യ സഖ്യവും നീങ്ങുന്നത്. അതിനു മുന്നിൽ BJPക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും അടിപതറുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല.